ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർഷം അവസാനിക്കാറായി. അപ്പോൾ അടുത്ത വർഷം എന്ന് വെച്ചാൽ 2024 എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലതും അതേമാതിരി തന്നെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷമാവട്ടെ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഓക്കെ, ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾക്ക് നോക്കാം അടുത്ത വർഷം എന്ന് വെച്ചാൽ 2024 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ ഇത് ഇവിടെ 2 പൈൽസ് ഉണ്ട്. ഇത് ബ്ലൂ കളർ, ഇത് പിങ്ക് കളർ. ഓക്കെ, ബ്ലൂ കളർ ഫസ്റ്റ് പൈൽ, പിങ്ക് കളർ സെക്കൻഡ് പൈൽ. ഓക്കെ, സോ ഫസ്റ്റ് പൈൽ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവരുടെ 2024 എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. എൻ്റെ റീഡിങ് ഇപ്പോൾ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അതേമാതിരി തന്നെ എല്ലാവരും എൻ്റെ വീഡിയോ ഇനിയും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നോക്കാം നമ്മളുടെ വ്യൂവേഴ്സിന് 2024 എങ്ങനെയായിരിക്കും എന്ന്. സോ ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. അതേമാതിരി തന്നെ ഇതിന് ഞാൻ ഓവറോളാണ് നോക്കുന്നത്. മീൻസ് ഓവറോൾ നോക്കിയിട്ട് നിങ്ങളുടെ 2024 എങ്ങനെയായിരിക്കുന്നത് ഇനി ഒരു ഡീറ്റെയിൽ റീഡിംഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, അതേമാതിരി തന്നെ നിങ്ങളുടെ കരിയർ എല്ലാം നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എല്ലാം നമ്മൾക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ എന്താ കാണിക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മുന്നിൽ കൊണ്ടുപോകാൻ ഏതാണോ തടസ്സപ്പെടുത്തുന്നത്, അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആവാം, അതേമാതിരി തന്നെ നിങ്ങളുടെ കരിയർ ആവാം, എന്തുമാവാം. മീൻസ് ഏതാണോ നിങ്ങളുടെ ജീവിതത്തിനെ നിങ്ങളിൽ നിന്നിട്ട് മാറ്റുന്നത്, മീൻസ് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൃഷ്ടിയിൽ നമ്മളും ഒരു സൃഷ്ടിയാണ് ഈശ്വരൻ്റെ. അപ്പോൾ ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ എപ്പോഴും ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട്, നീ എന്നും സത്യസന്ധമായിട്ട് അല്ലെങ്കിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെ ഒരു മനുഷ്യനായിട്ട് വളർത്തിയത്. അപ്പോൾ മനുഷ്യനാണ് കൂടുതൽ ബുദ്ധിയുള്ളത്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ജീവിതം നയിക്കുന്നത്. അതിൽ കുറേ പേര് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കുറേ പേരുടെ സ്വാധീനങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാവാം. നമ്മളൊരു സൊസൈറ്റിയിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ ജീവിക്കുന്നത് കൊണ്ട് ഇതെല്ലാം നമുക്ക് കൺസിഡറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ എങ്ങനെയാണ് സ്മാർട്ട്ലി എങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. ആ സിറ്റുവേഷൻ എങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മളെ സറൗണ്ട് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളാൽ കുറേ സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മൾക്കൊരു ഭാരമായി തോന്നുമായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷന് ഭാരമായി തോന്നുകയാണെങ്കിൽ കുറേ പേര് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട് അവനവനെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് മാറാനോ അല്ലെങ്കിൽ ആ ആൾക്കാരിൽ നിന്നിട്ട് മാറി നിൽക്കാനോ നിങ്ങൾക്ക് ഒരുപക്ഷെ സന്തോഷം തരുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷെ കുറച്ച് കാലത്തിന് നിങ്ങൾ ഇവരിൽ നിന്നിട്ട് മാറി നിൽക്കുകയാണ്, നിങ്ങൾ ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുകയാണ്, നിങ്ങൾ ആ ഭാരം ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ബാലൻസ് ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്വയം സങ്കടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തിയിട്ടോ അല്ല. അത് നിങ്ങൾ സ്മാർട്ട്ലി ഹാൻഡിൽ ചെയ്യാൻ പോവുകയാണ്. അത് സ്മാർട്ട്ലി ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇലയ്ക്കും മുള്ളിനും ഒരു കേടുപാടും പറ്റാത്ത വിധത്തിൽ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ആ ഒരു വിധം എന്നില്ല, ആ ഒരു നോളേജ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധി അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ 2024 നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യണം. പക്ഷെ അത് യൂട്ടിലൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ
അത് നിങ്ങൾക്കും ഫലപ്പെടും. അതേമാതിരി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ കുറേ ഒരു നിങ്ങളാൽ അവഗണിക്കപ്പെടുന്ന ഓരോ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതേമാതിരി തന്നെ നിങ്ങളുടെ റിലേറ്റഡ് ആൾക്കാർക്കും അതേമാതിരി ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഒരു തുടക്കക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ നിങ്ങളിൽ തന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. ആ കാര്യങ്ങളെ കൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, നിങ്ങൾക്കും മുന്നിൽ പോകാൻ പറ്റുന്നില്ലായിരിക്കും, നിങ്ങൾക്കും അതിൽ നിന്നിട്ടൊരു രക്ഷ കിട്ടുന്നുണ്ടാവില്ലായിരിക്കുക. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു ലീഡ് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങളിൽ കുറേ പേര് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന സന്തോഷം, നിങ്ങൾ കൊടുക്കുന്ന ഫൈനാൻഷ്യൽ ഹെൽപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട്, അത് വെച്ചിട്ടാണ് മറ്റുള്ളവർ മീൻസ് ഒരു ഇതായിരിക്കുന്നത്. നിങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പാരസൈറ്റിക് എനർജീസിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു അവരെല്ലാം നിങ്ങളിൽ വള്ളിയായിട്ട് മേലെ പോകാനോ അല്ലെങ്കിൽ നിങ്ങളാൽ അവർക്ക് സന്തോഷം കിട്ടുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. നിങ്ങളിലാണ് അവർ കൂടുതലും എല്ലാം അക്സെപ്റ്റ് മീൻസ് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ ഇത്രയും ഭാരമെടുക്കുമ്പോൾ, നിങ്ങൾ ഇത്രയും പേരുടെ ജീവിതത്തിൽ ഒരു എനർജി ആവുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ആ എനർജി മീൻസ് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, മീൻസ് എല്ലാവരെയും കൊണ്ട് മുന്നിൽ പോകാനുള്ള ഒരു ശക്തി, അത് നിങ്ങളുടെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിരിക്കുന്ന മാതിരിയാണ്. അപ്പോൾ ആ ഒരു ശക്തി, ആ ഒരു എനർജി ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ കുറച്ച് നേരം വിട്ടിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്തിട്ട് നിങ്ങളെ ആദ്യം ബാലൻസ് ചെയ്യിപ്പിക്കുന്നു. അതാണ് ഇവിടെ കാണുന്നത്. മീൻസ് നിങ്ങളൊരു ലീഡറായിട്ടാണ്, മീൻസ് നിങ്ങളുടെ കാരുണ്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളാൽ കുറേ പേര് ജീവിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ആ ജീവിതങ്ങൾ ഇനിയും നിങ്ങൾ എണീറ്റ് നിന്നാലേ അവർക്കും എണീറ്റ് നിൽക്കാനുള്ള ശക്തി കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഒരു ബാലൻസ്ഡ് ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ മറ്റുള്ളവരെ എലിമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫിസിക്കലി എലിമിനേറ്റ് ചെയ്യുക അങ്ങനല്ല ചെയ്യുന്നത്. മീൻസ് നിങ്ങൾ കുറച്ച് കാലത്തിലേക്ക് അവരുടേതായിട്ടുള്ള ആ സങ്കടങ്ങളോ അവരുടേതായിട്ടുള്ള ആ എനർജിയെ നിങ്ങളിപ്പോൾ മീൻസ് അത് കാതിലെടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ആ എനർജി ഉൾക്കൊള്ളുന്നില്ല. അത്രയേ ഉള്ളൂ. മീൻസ് അത് ആർക്കും ഒരു ഇതായിട്ട് തോന്നുന്നില്ല. മീൻസ് അവരെയും നിങ്ങളെ സങ്കടപ്പെടുത്തുന്നില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ ആ എനർജി വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റ് ആവുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അത് 2024 സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പിന്നെ നോക്കാം. ഇനി കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളും ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫാമിലിക്കായാലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലായാലും ശരി നിങ്ങളുടെ സറൗണ്ടിങ്ങിലായാലും ശരി ആർക്ക് വേണ്ടിയിട്ടായാലും ശരി നിങ്ങൾ സന്തോഷപ്പെട്ടാലേ അവരും ഒക്കെ സന്തോഷപ്പെടുള്ളൂ. അപ്പോൾ ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിജുവിനേഷൻ എന്ന് പറയില്ലേ നമ്മൾ, അപ്പോൾ അതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇയർ എൻഡിങ് ഒക്കെ ആയതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ കറങ്ങാൻ പോകുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പാ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരിക്കും. അതേമാതിരി തന്നെ അതിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നു. മീൻസ് ഫിസിക്കലിയും മെൻ്റലിയും അതേമാതിരി തന്നെ സ്പിരിച്വലിയും നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മാതിരിയായിട്ടാണ് കാണുക. ആ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് ലവിലേക്കാണ് പോകുന്നത്. സെൽഫ് ലവ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ സെൽഫിഷ് ആവുകയല്ല, നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കുകയാണ്. നമ്മളിപ്പോൾ ഫിസിക്കലി വീക്കാണ്, മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ഓഫീസിൽ തന്നെ നിങ്ങൾ കുറേ പണി ചെയ്ത് നിങ്ങളത് മീൻസ് കുറേ ടെൻഷൻ എടുത്തിട്ട് ഫിസിക്കലിയും മെൻ്റലിയും ടെൻഷൻ എടുത്തിട്ട് ഓഫ് കോഴ്സ് നിങ്ങളുടെ പ്രൊജക്റ്റോ ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് കുറേ പൈസയും കിട്ടുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ മനസ്സമാധാനം കിട്ടുന്നില്ല. മനസ്സമാധാനം കിട്ടിയാലേ നമ്മൾക്കൊരു ഊർജ്ജം മീൻസ് അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടിയാലേ നമ്മൾ മുന്നിൽ പോകുള്ളൂ. അങ്ങനെ തന്നെയല്ലേ ഒരു കാറ് ഒരു എൻജിനായാലും ശരി, നമ്മൾ അതിനെ ആദ്യം ഗ്രീസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത് അത്
റസ്റ്റ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അതിൽ ഓയിൽ ഇട്ടിട്ട് നമ്മളത് പിന്നെ യൂസ് ചെയ്യുള്ളൂ, എന്നാലേ അതൊരു ഫ്രഷ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഓയിലിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നിങ്ങൾ എല്ലാവരെയും നിന്നിട്ട് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ ഇൻക്ലൂഡ് ചെയ്യുകയായിരിക്കും. അപ്പോൾ ആ ഫാമിലിക്കും സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിലും ഉപരി നിങ്ങൾ സെൽഫ് ലവിലേക്കാണ് പോകുന്നത്. നിങ്ങളാദ്യം നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഈ വർഷം മീൻസ് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്, ഇത് ഓവറോൾ റീഡിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ മീൻസ് ഇനിയും ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു റീഡിംഗ് ചെയ്യുന്നതായിരിക്കും. അത് കുറേ പേർക്ക് മീൻസ് കുറേ പൈൽസ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ചെറിയ റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഏത് വിധത്തിൽ റെസനേറ്റ് ചെയ്യുന്നോ ആ വിധത്തിൽ നിങ്ങൾ പോസിറ്റീവ് എടുക്കുക. ഓക്കെ, സോ നോക്കാം നമ്മൾക്ക് ഇനിയും മീൻസ് ഈ 2024 വരുന്നതിൽ ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരണത് എന്നുള്ളത്. ഓക്കെ, ഇനി എന്ത് ചെയ്താലാണ് നമ്മൾ മീൻസ് പോസിറ്റീവായിരിക്കുക, നമ്മൾ ഫിസിക്കലി മെൻ്റലിയും നമ്മൾക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുക എന്നുള്ളത് നോക്കാം. ഓക്കെ, ആക്ച്വലി എന്താ ഇവിടെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മീൻസ് സന്തോഷം എന്താണോ അതിലേക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യാന്ന് ഇൻ ദ സെൻസ് നിങ്ങൾ കുറച്ചൊക്കെ സ്വന്തം ആത്മാവിനെ സന്തോഷപ്പെടുത്തുക എന്ന് പറയില്ലേ, അതാണ് സെൽഫ് ലവ്. നമ്മൾക്ക് ആത്മാവ് തന്നിട്ടുണ്ട് ഈശ്വരൻ. ആ ആത്മാവ് ഈശ്വരനാൽ തന്നതാണ് നമ്മൾക്ക് ആ ഒരു ജീവിതം എന്ന് പറയില്ല, ഒരു നമ്മളുടെ ആത്മാവ് എന്ന് പറയില്ലേ, നമ്മളുടെ ശരീരമായാലും നമ്മളുടെ ആത്മാവായാലും എന്തായാലും അത് ഈശ്വരൻ നമുക്ക് തന്നതാണ്. അപ്പോൾ ഈശ്വരൻ നമ്മളോട് പറയുകയാണ്, ഞാൻ തന്ന ഈ ശരീരത്തിനെ, അല്ലെങ്കിൽ ഞാൻ തന്ന ഈ മനസ്സിനെ, അല്ലെങ്കിൽ ഞാൻ തന്ന ഈ ആത്മാവിനെ ആദ്യം നീ ശുദ്ധീകരിക്കുക, ആദ്യം നീ സന്തോഷമാക്കുക, എന്നാലേ നിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരും സന്തോഷമാവുള്ളൂ. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുകയാണോ, എന്ത് ആക്ഷൻ നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങളെ മുന്നിൽ പോകാനും നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കണോ അതിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾ ആദ്യം നിങ്ങളെ ഹീൽ ചെയ്യൂ, ആദ്യം നിങ്ങളെ സന്തോഷപ്പെടുത്തൂ, എന്നാലേ നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് കുറേ വേറെ എനർജീസിനെയും ലീഡ് ചെയ്യാനുള്ള മീൻസ് വേറെ എനർജി പറഞ്ഞാൽ അത് ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ സറൗണ്ടിങ് ആൾക്കാരായിരിക്കാം, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ പേരായിരിക്കാം, അവർക്കും ഒരു പോസിറ്റിവിറ്റി അവരുടെ ജീവിതത്തിലും കൊടുക്കാൻ നമ്മൾക്ക് കഴിയുള്ളൂ. ആദ്യം നമ്മൾ പറയില്ല ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്, അതാണ് ശരി. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ഓരോരോ പ്രോവർബ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ഒരു അർത്ഥമുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ അതാണ് കാണിക്കുന്നത്, സെൽഫ് ലവ്. അതേമാതിരി തന്നെ ബാലൻസ് ചെയ്യുക, അവനവൻ്റെ നെഗറ്റിവിറ്റീനെയും മനസ്സിലാക്കുക, എന്താണ് നമ്മളുടെ ലയബിലിറ്റീസ്, എന്താണ് നമ്മളുടെ ഡിസഡ്വാൻറ്റേജസ്, അതെല്ലാം നമ്മൾ അഡ്വാൻറ്റേജസിലേക്കും അതേമാതിരി തന്നെ നമ്മളുടെ അസറ്റ്സിലേക്കും നമ്മളുടെ ജീവിതത്തിലെ അസറ്റ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മളുടെ ജീവിതം നമ്മളുടെ ഏറ്റവും മീൻസ് പ്രിഷ്യസ് അസറ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇത് ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നോ അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഈ പിങ്ക് ഫെദർ സെക്കൻഡ് പൈൽ ആരാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അവർക്ക് 2024 എങ്ങനെ ഉണ്ടാവുമായിരിക്കും നോക്കാം. ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. അതേമാതിരി തന്നെ ഇത് ഓവറോൾ ഇതായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഞാൻ തരണത്. മീൻസ് ഇനിയിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു റീഡിംഗ് നിങ്ങൾക്ക് ജനുവരിയിലും തരുന്നതായിരിക്കാം. മീൻസ് 2024 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്, മീൻസ് ഹെൽത്ത് വൈസ്, റിലേഷൻഷിപ്പ് വൈസ്, നിങ്ങളുടെ കരിയർ എന്തായിരിക്കും അതിനെ പറ്റിയിട്ട് ഒരു ചെറിയ റീഡിംഗ് മീൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത് ഒരു ചെറിയ റീഡിംഗ് ആണ്. മീൻസ് ഓവറോൾ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഓവറോൾ 2024 നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കൺഫ്യൂഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യുന്നതായിട്ടായിരിക്കും. മീൻസ് നിങ്ങളൊരു ഫേം ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. എന്തിനും നിങ്ങൾ ആദ്യമൊക്കെ കൺഫ്യൂഷനാണ് എന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് കാര്യങ്ങളൊക്കെ ശരിയാവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവുമായിരിക്കാം.
പക്ഷേ ഇപ്പം നിങ്ങളൊരു ഫേം ഡിസിഷൻ എടുക്കുകയാണ്, അത് ടെമ്പറൻസ് ആണ്. മീൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, മീൻസ് എന്ത് ചെയ്താലാണ് ശരി, അതാണ് മീൻസ് പിന്നെ ഞാൻ എടുക്കുന്ന ആ ഡിസിഷൻ ഉണ്ടല്ലോ അതാണ് ശരിയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അത് എടുക്കാനുള്ള ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ ഒരു നോളേജ് അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അത് എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു പെട്ടെന്നല്ല നിങ്ങൾ എടുക്കാൻ പോകണം ആ ഡിസിഷൻ. പെട്ടെന്ന് എടുത്ത് ചാടിയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ മീൻസ് കൺഫ്യൂസ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ് കുറേ പേര് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മീൻസ് മറ്റുള്ളവരെ കൂടുതൽ ഇത് ചെയ്യുന്നത് മീൻസ് നിങ്ങൾ മറ്റുള്ളവരെ വാല്യൂ ചെയ്യുന്നുണ്ട്. അതേമാതിരി അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്കുകളെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ട്, അവർ പറയുന്നത് നിങ്ങൾ കൂടുതൽ അനുസരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ശരി എന്താണ് തെറ്റ്, ഞാൻ എടുക്കുന്ന എന്ത് ഡിസിഷനും എന്തുകൊണ്ടാണ് ഇങ്ങനെ കേടായി പോണത്, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എന്ത് ഡിസിഷനും എന്താണ് ഇങ്ങനെ തെറ്റായി പോണത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് കുറേയൊക്കെ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മീൻസ് അതിൻ്റെ ഒരു റിസൾട്ട്സ് എന്തായിരിക്കും അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ലായിരുന്നു. നിങ്ങൾ ജസ്റ്റ് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതങ്ങോട്ട് ചെയ്യും. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് ലോങ് റണ്ണിൽ ലോങ് റണ്ണിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് അതിനെപ്പറ്റി ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാറില്ലായിരുന്നു. അതിനെപ്പറ്റി അതെന്ന് പറഞ്ഞിട്ട് ആ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത്തിൻ്റെ ആവശ്യമുണ്ട്, അതേമാതിരി തന്നെ കുറച്ച് നോളേജിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ചിന്തിക്കാതെ ഒന്നില്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അനുസരിച്ച് ചെയ്യുക, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തനിയെ തന്നെ മീൻസ് എന്ത് വന്നാലും കുഴപ്പമില്ല ഞാനത് എടുക്കുക. പക്ഷെ അത് ചില സമയത്ത് നിങ്ങളുടെ ആ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നിങ്ങൾ വീക്ക് ആവുകയാണ്. അപ്പോൾ അത് സഹിക്കാനുള്ള ഒരു സ്ട്രെങ്ത്ത് നിങ്ങളുടെ അടുത്തില്ല. നിങ്ങൾ സാമർഥ്യത്തോടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്തുണ്ടാവില്ല. നിങ്ങളൊരു കുട്ടിത്തം മാതിരിയാണ് ജീവിതത്തിൽ. മീൻസ് അത് എടുത്തു കഴിഞ്ഞു എന്താണെങ്കിലും അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി നിങ്ങളുടെ കരിയറിലായാലും ശരി നിങ്ങൾ ആ ഡിസിഷൻ എടുത്തതൊക്കെ കുറേയൊക്കെ നിങ്ങളുടെ പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും അത് ചെറുതാണെങ്കിലും ശരി, അത് ഷോർട്ട് ടേമിനാണെങ്കിലും ശരി അല്ലെങ്കിൽ ലോങ് ടേമിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് കുറേയൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. മീൻസ് അത് നിങ്ങൾ ഇപ്പോൾ ഇനി ഞാൻ എന്ത് ഡിസിഷൻ എടുത്താലും ഒരു ചെറിയ കാര്യത്തിനെ പോലെ ഇപ്പോൾ ഞാൻ സ്റ്റുഡൻസിൻ്റെ എക്സാമ്പിൾസാണ് തരാറുള്ളത്. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അപ്പോൾ അവർ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിലല്ലോ മീൻസ് ജീവിതം മൊത്തം നമ്മളുടെ ലൈഫ് മുഴുവനും ആ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു പറഞ്ഞാൽ അതിൻ്റെ മീൻസ് അത് നമ്മളുടെ മുഴുവൻ ജീവിതത്തിൽ എങ്ങനെ നമ്മളെ അഫക്റ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ട് ആണ് ഇനിയൊക്കെ ഉള്ള ഓരോ ഡിസിഷൻസ് നിങ്ങൾ എടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലും കിട്ടും, അത് എടുക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എപ്പോൾ നോക്കിയാലും മറ്റുള്ളവരുടെ മാത്രം കൺസിഡർ ചെയ്യുക അങ്ങനെയല്ല, അവനവൻ്റെ ജീവിതത്തിനും നല്ലത് വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്ലാരിറ്റി, ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ഒരു കൺഫ്യൂഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിങ്ങളത് മീൻസ് എടുക്കുകയാണ്, ആ ഡിസിഷൻ എടുക്കാനുള്ള സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അത് നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു. അത് ചിലപ്പോൾ നിങ്ങളുടെ കരിയറിലും ആവാം, അതേമാതിരി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ആദ്യമൊക്കെ അങ്ങനെ മീൻസ് ഒന്നും വിചാരിക്കാതെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് വിചാരിക്കാതെയാണ് ഓരോ ഡിസിഷൻസും എടുത്തിരുന്നത്. പക്ഷേ ഇനി നിങ്ങൾ എടുക്കാൻ പോണ ഓരോ ഡിസിഷനും അത് മീൻസ് ലോങ് റണ്ണിൽ നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങളാരും അങ്ങനെ ചതിക്കാനും പറ്റില്ല, അതേമാതിരി തന്നെ നിങ്ങളെ ആരും ഒന്നും ഒരു മീൻസ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാനുള്ള ഒരു നല്ല വഴികളായിരിക്കും നിങ്ങൾക്ക് തരണത്. അതേമാതിരി തന്നെ സ്പിരിച്വലി നിങ്ങൾ മീൻസ് ഇതാവുന്ന മാതിരിയാണ്. മീൻസ് നിങ്ങളുടെ കണക്ഷൻ ദൈവമായിട്ടുള്ള നിങ്ങളുടെ കണക്ഷൻസ് ഒരു എന്താ പറയുക ഒരു
ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾ ഈശ്വരനിലേക്ക് പോകുന്ന മാതിരി അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് പോകുന്നത് മാതിരിയാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് കിട്ടുന്നത് മാതിരി. അത് നിങ്ങൾ എന്ത് എടുക്കുകയാണെങ്കിലും അതിൻ്റെ മീൻസ് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ട്രെങ്ത്ത്, അതേമാതിരി തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ്. കാരണം ചിലവരുടെ ജീവിതത്തിൽ 2024 ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആത്മീയത കൂടുതൽ മീൻസ് അതിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ മാനസികമായിട്ട് അല്ലെങ്കിൽ മീൻസ് ശാരീരികമായിട്ടും ഒക്കെ നിങ്ങൾ കുറേയൊക്കെ പ്യൂരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ ചിലവരുടെ ജീവിതത്തിൽ ചിലവരെന്തോ എനിക്ക് കാണുന്നത് മീൻസ് റൈറ്റിംഗ് ഒക്കെ മീൻസ് റൈറ്ററൊക്കെ ആവാനുള്ള ആശയമുണ്ട് നിങ്ങൾക്ക്, അത് ആവുന്നുണ്ട്. ചിലവർ മ്യൂസീഷ്യൻ ആവാനുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾക്ക് മീൻസ് കുട്ടികളൊക്കെ ഉണ്ടാവുന്ന ഇതാണ് ട്വിൻസ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. അതും പെൺകുട്ടികൾ കേട്ടോ. അത് ആരെ ഇഷ്ടപ്പെടുന്നോ എനിക്കറിയില്ല. ചിലവർ അത് ഇഷ്ടമുള്ളതായിരിക്കും. മീൻസ് ട്വിൻസ് പെൺകുട്ടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയും ഒരു സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ ഇനിയും നോക്കാം എന്ത് ബ്ലെസ്സിങ്സ് ആണ് ഇനിയും 2024 ഈശ്വരൻ നമുക്ക് തരണത് എന്ന് നോക്കാം. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇനി എന്ത് ബ്ലെസ്സിങ്സ് ആണ് 2024 അതേമാതിരി തന്നെ എന്ത് ഗൈഡൻസും ആണ് നമ്മൾക്ക് ഈശ്വരൻ തരണത് എന്ന് നോക്കാം. ഓക്കെ, ഇവിടെ എന്താ തരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ മിറാക്കിൾസ് വരുന്നുണ്ട്. കുറേ മീൻസ് സന്തോഷങ്ങൾ, അത് മീൻസ് നിങ്ങൾ എക്സ്പെക്റ്റ് പോലും ചെയ്തിട്ടുണ്ടാവില്ല അത് ഇങ്ങനെ നടക്കുന്നുള്ളത്. നിങ്ങളാകെ ചില കാര്യങ്ങൾ നിങ്ങൾ കൈവിട്ടിട്ടുണ്ടാവുമായിരിക്കും, എൻ്റെ ജീവിതത്തിൽ ഇനി നടക്കില്ല എന്നുള്ളത്. പക്ഷെ അത് പോലും ഈശ്വരൻ നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ സന്തോഷങ്ങൾ, കുറേ പോസിറ്റിവിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതായിട്ടും മീൻസ് ഒരു സെൽഫ് ലവ് എന്നൊക്കെ പറയില്ലേ, അതിലേക്ക് പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ ശാരീരികമായും മാനസികമായിട്ടും അതേമാതിരി തന്നെ ആത്മീയമായിട്ടും മീൻസ് അവനോനെ ശുദ്ധീകരിക്കുന്ന മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങളെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഹീൽ ചെയ്യുന്ന മാതിരി. മീൻസ് നമ്മളുടെ മനസ്സ് വിഷമിക്കുമ്പോഴാണ് മീൻസ് അത് വിഷമം ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന ചില ഡിസിഷനിലായിരിക്കും, നമ്മൾ ചെയ്തു പോയ ചില മീൻസ് ഒരു സംഭവങ്ങളിലേക്ക് ആവാം. അതെല്ലാം നിങ്ങൾ അവനവനെ തന്നെ മാപ്പാക്കുകയാണ്. നിങ്ങൾ അവനവനെ തന്നെ ആ ഗിൽട്ടി ഫീലിംഗ് ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്, അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തു പോയി അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പറ്റിയത്, അങ്ങനെ ഒരു ചിന്തന വന്ന് നിങ്ങൾ കുറേ ടെൻഷനൊക്കെ എടുത്തിട്ടുണ്ടാവുമായിരിക്കും. അതിൽ നിന്നിട്ട് ആ മീൻസ് ഒരു ഗിൽട്ടി ഫീലിംഗ് ഇല്ല, അതുപോലും നിങ്ങൾ വിടുവാണ്. മീൻസ് അതെല്ലാം നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഒന്നുമില്ല. ഓക്കെ, എന്ത് സംഭവിച്ചാലും അത് സംഭവിച്ചു പോയി, ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ഇനി മുന്നിൽ പോകാൻ എന്താണുള്ള കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ട്രെങ്ത്ത് വരുന്നു മുന്നിൽ പോവാനുള്ള, അല്ലെങ്കിൽ മുന്നിൽ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനുള്ളൊരു സ്ട്രെങ്ത്ത് അത് നിങ്ങളിലേക്ക് വരുന്നു. അതേമാതിരി തന്നെ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹങ്ങൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈശ്വരനിൽ അവനവനെ അർപ്പിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ ഒരു സ്ട്രെങ്ത്ത് കിട്ടുന്നുണ്ട്. മീൻസ് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ട് ഇൻ ദ സെൻസ് കൂടുതൽ ഇവിടെ മെൻ്റൽ ഇതാണ് കാണിക്കുന്നത്. കൂടുതൽ ലീബ്രൻസിൻ്റെ ഒരു ഇതാണ്. അതങ്ങനെയില്ല, മീൻസ് ഞാനൊരു പെർട്ടിക്കുലർ സോഡിയാക്ക് ഇത് സൈൻ തന്നെ പറയണം. മീൻസ് എല്ലാവർക്കും ഇത് ഉണ്ടാവുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി എപ്പോൾ നമ്മൾ മാനസികമായിട്ടും മീൻസ് നമ്മളുടെ മെൻ്റൽ പീസ് എത്രത്തോളം നമുക്ക് കിട്ടണോ അത്രത്തോളം നമ്മൾ സന്തോഷിക്കും അല്ലേ, നമ്മൾക്കൊരു സന്തോഷം കിട്ടും ജീവിതത്തിൽ. നമ്മളപ്പോൾ തന്നെ നമ്മൾക്ക് ഫിസിക്കലായിട്ടും അപ്പോൾ ഒരു സന്തോഷം, നമ്മളുടെ ഒരു പോസിറ്റിവിറ്റി നമ്മളുടെ ജീവിതത്തിൽ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവങ്ങൾ മീൻസ് കൂടുതൽ നമ്മൾക്ക് മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നതായിട്ട്, നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും അത് നന്നായിട്ട് നടക്കാനുള്ള ഒരു എനർജി മീൻസ് നമ്മൾ എന്ത് ചെയ്താലും അത് നമ്മൾ എത്രത്തോളം പോസിറ്റീവായിരിക്കണോ അതാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ നല്ല കാര്യങ്ങൾ ചെയ്യാനും ഒരു ഊർജം തരില്ലേ, പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യാനും.
അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ മീൻസ് ഫുൾ ഓഫ് പോസിറ്റിവിറ്റീസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി, അതേമാതിരി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മീൻസ് ഒരു കൂട്ടായ്മ, മീൻസ് കുറേ പേര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടും, അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു മീൻസ് ദൈവാനുഗ്രഹമാണ്. നമ്മളെ കുറേ പേര് സ്നേഹിക്കുക എന്നുള്ളത്, നിങ്ങളും സ്നേഹിക്കുന്നുണ്ട്, അതേമാതിരി തന്നെ നിങ്ങൾ ആരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലെല്ലാം പോസിറ്റിവിറ്റി വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ഇത് ആർക്കൊക്കെ റെസൊനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.